ഇന്ന ഒരു സ്റ്റോറിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ. ഇത് CBSEയുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്ററാണ്. 10th പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല, എല്ലാവർക്കും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു സ്റ്റോറിയാണിത്. ഇതിൽ അല്പം അഡ്വാൻസ്ഡ് ആയ വൊക്കാബുലറി ആണുള്ളത്. ഓരോ വേർഡിന്റെയും അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഈ സ്റ്റോറി വായിക്കാം. ആദ്യമേ പറഞ്ഞ പോലെ 10th സ്റ്റുഡൻസിന് മാത്രമല്ല, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലിയാം ഒ ഫ്ലാഹർട്ടി എന്ന ഐറിഷ് റൈറ്റർ ആണ്. അയർലൻഡിൽ നിന്നുള്ളവരെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ഐറിഷ്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ചുവരിനോട് ചേർന്ന് ഹൊറിസോണ്ടലായി പണിയുന്ന ആ സ്ട്രക്ചർ, സാധനങ്ങളെല്ലാം വെക്കുന്നതിന് വേണ്ടി. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതിന് റാക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ചുമരിലുള്ള ഒരു ലെഡ്ജിനെ കുറിച്ചല്ല, മറിച്ച് ഒരു ക്ലിഫ്, ഒരു പാറക്കെട്ടില് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പക്ഷികൾക്കും മറ്റും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദ യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. സീഗൾ, കടൽ കാക്ക അല്ലെങ്കിൽ കടൽ കൊക്ക്, ഒരു കുഞ്ഞു കടൽ കാക്കയുടെ കഥയാണിത്. അവൻ ആ ലെഡ്ജില് തനിച്ചായിരുന്നു. ക്ലിഫ് എന്ന് പറയുമ്പോൾ ചെങ്കുത്തായ ഒരു പാറക്കെട്ട്. ഇത് കടലിന് സമീപം അല്ലെങ്കിൽ ചില മലമ്പ്രദേശങ്ങളിലെല്ലാം കാണുന്നതാണ്. ഹിസ് 2 brothers and his sister had already flown away the day before. അവന്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അവരെ ഇന്നലെ തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. They had already flown away the day before. ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം. He had been afraid to fly with them. അവരുടെ കൂടെ പറക്കാൻ പക്ഷെ ഇവന് പേടിയായിരുന്നു. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. ബ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വക്ക്, അരിക്, ആ ലെഡ്ജിന്റെ വക്കിലേക്ക് അല്ലെങ്കിൽ അരികിലേക്ക് അല്പമൊന്ന് ഓടി അവിടെ വെച്ച് അവൻ അവന്റെ ചിറകടിച്ച് പറക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എങ്ങനെയോ ഭയന്നുപോയി. ഫ്ലാപ്പ് ഹിസ് വിങ്സ് എന്ന് പറയുമ്പോൾ ചിറകടിക്കുക, അറ്റംപ്റ്റഡ്, ശ്രമിച്ചപ്പോൾ. ഹി ബിക്കെയിം അഫ്രൈഡ്, അവന് പേടിയായിപ്പോയി. ചിറകടിച്ച് ആ ലെഡ്ജിന്റെ വക്കിൽ നിന്ന് പറക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഭയന്നുപോയി. എങ്ങനെയോ, എന്തുകൊണ്ടോ. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. ഒരു ക്ലിഫിന്റെ മുകളിലാണ് ഈ സീഗളും അവന്റെ ഫാമിലിയും താമസിക്കുന്നത്. അതിന്റെ താഴെ വിസ്തൃതമായി കടല് പരന്നു കിടക്കുകയാണ്. എക്സ്പാൻസ് എന്ന് പറയുമ്പോൾ വിസ്തൃതി. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. ആ ക്ലിഫിന് താഴെ അറ്റമില്ലാതെ ഈ കടൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ. ആ ക്ലിഫിൽ നിന്ന് താഴത്തേക്ക് പറക്കാൻ, ആ കടലിലേക്ക് പറക്കാൻ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. മൈൽസ് ഡൗൺ, മൈൽസ് താഴെയാണ് ആ കടലുള്ളത് എന്നർത്ഥം. He felt certain that his wings would never support him. അവന്റെ ചിറകുകള് അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. He felt certain, അവന് ഉറപ്പ് തോന്നി, that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. അവന്റെ ചിറകുകള് അവനെ പറക്കാൻ സഹായിക്കില്ല എന്ന് അവന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ അവന്റെ തല താഴ്ത്തി, ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക്, തിരിഞ്ഞോടി, ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ്. ആ ലെഡ്ജിന് താഴെയുള്ള ചെറിയൊരു ഹോളില്, ഒരു പൊത്തലാണ് ഇവൻ രാത്രി കഴിയുന്നുണ്ടായിരുന്നത്. വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. രാത്രി ആ ഹോളിലാണ് ഇവൻ ഉറങ്ങുന്നുണ്ടായിരുന്നത്. തനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ ഭയന്ന് ആ ഹോളിലേക്ക് ഓടി. അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും പറന്നു പോവുകയും ചെയ്തു. ഈവൻ വെൻ ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ, ഹൂസ് വിങ്സ് were far shorter than his own, ran to the brink, flapped their wings and flew away. He failed to muster up courage to take that plunge which appeared to him so desperate. ഈവൻ വെൻ, അപ്പോൾ പോലും, ഈച്ച് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ, അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും, ഹൂസ് വിങ്സ് were far shorter than his own, അവരുടെ ബ്രദേഴ്സിന്റെയും സിസ്റ്ററുടെയും ചിറകുകൾ ഇവന്റെ ചിറകുകളേക്കാൾ ഒരുപാട് ചെറുതായിരുന്നു. പക്ഷെ എന്നിട്ടും അവര് ആ ബ്രിങ്കിനടുത്തേക്ക് ഓടിയിരുന്നു. They ran to the brink, flapped their wings, ചിറകടിച്ചു, and flew away, പറന്നുപോയി. He failed to muster up courage. Muster up courage എന്ന് പറയുമ്പോൾ ധൈര്യം സംഭരിക്കുക. അതിൽ അവൻ പരാജയപ്പെട്ടു. He failed to muster up courage to take that plunge. പ്ലഞ്ച് എന്ന് പറയുമ്പോൾ താഴേക്ക് ചാടുക, താഴേക്കുള്ള വീഴ്ച, ആ അർത്ഥമല്ല അതിനുണ്ട്. He failed to muster up courage to take that plunge which appeared to him so desperate. അത് തനിക്കൊരിക്കലും സാധിക്കില്ല എന്നവന് തോന്നി. ഒരിക്കലും ആ ലെഡ്ജിന്റെ ബ്രിങ്കിൽ നിന്ന് താഴേക്ക് പറക്കാൻ തനിക്ക് കഴിയില്ല എന്നവന് ഉറപ്പായിരുന്നു.
അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം അത് ചെയ്യുമ്പോഴും ഈ കുഞ്ഞു സീഗളിന് തനിക്കത് സാധിക്കില്ല എന്ന ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തികച്ചും നിരാശനുമായിരുന്നു. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൌണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി, upbraiding him, threatening to let him starve on his ledge unless he flew away. അപ്പോൾ അവന്റെ സിബ്ലിങ്സ്, ബ്രദേഴ്സും സിസ്റ്ററും പറന്നു പോയിട്ടും ഇവൻ ആ ലെഡ്ജിൽ തന്നെ ഇരുന്നപ്പോൾ അച്ഛനും അമ്മയും ഇവനെ അന്വേഷിച്ചു വന്നു. കോളിംഗ് ടു ഹിം ഷ്രില്ലി, അവരുണ്ടാക്കുന്ന പക്ഷികൾ ഉണ്ടാക്കുന്ന ആ വല്ലാത്ത ശബ്ദം, ഷാർപ്പായ നോയ്സ്, അവരാ ശബ്ദം ഉണ്ടാക്കി ഇവനെ അന്വേഷിച്ചു വന്നു. അപ്ബ്രൈഡിങ് ഹിം, അവനെ വഴക്കു പറഞ്ഞു. ത്രെട്ടനിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ്, അവനെ അവിടെ പട്ടിണി ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ എവേ, അവൻ പറന്നു പോയില്ലെങ്കിൽ ആ ലെഡ്ജിൽ തന്നെ അവനെ പട്ടിണി ഇടുമെന്ന് അവന്റെ അച്ഛനും അമ്മയും പറന്നു വന്ന് അവനെ ഭീഷണിപ്പെടുത്തി. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, പക്ഷെ അവൻ അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഫോർ ദ ലൈഫ് ഓഫ് ഹിം എന്നത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ യാതൊരു കാരണവശാലും സാധിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണിത്. നമ്മുടെ ജീവിതം തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതിനെ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ പോലും എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും അത് നമുക്ക് സാധിക്കില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ പറക്കുക എന്നത് ആ സ്ത്രീകളിൽ പ്രധാനമാണ്. പക്ഷെ അവനതിനുള്ള ധൈര്യം വരുന്നില്ല. എന്ത് തന്നെ ചെയ്താലും അവനത് സാധിക്കുന്നില്ല. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, അവൻ അനങ്ങാൻ കഴിഞ്ഞതേയില്ല. In all the morning, the whole family had walked about on the big plateau midway down the opposite cliff, taunting him with his cowardice. ആ രാവിലെ ആ കുടുംബം മുഴുവൻ they had walked about on the big plateau midway down the opposite cliff. ഇവൻ ഇരിക്കുന്ന ആ ക്ലിഫിന്റെ ഓപ്പോസിറ്റ് ആയ ഒരു ക്ലിഫിന്റെ ഏകദേശം പകുതി ഭാഗത്തിൽ ഒരു പ്ലാറ്റോ ഉണ്ട്, അല്പം പരന്നൊരു ഭൂമിയുണ്ട്. അവിടെയാണ് ഇവന്റെ ബ്രദേഴ്സും സിസ്റ്ററും അമ്മയും അച്ഛനും എല്ലാം ആ ദിവസം മുഴുവൻ പറന്നു നടക്കുന്നുണ്ടായിരുന്നത്. അവരവിടെ ഇരുന്ന് ഇവനെ കളിയാക്കിക്കൊണ്ടിരുന്നു, പരിഹസിച്ചുകൊണ്ടിരുന്നു. ടോണ്ടിങ് ഹിം, ടോണ്ട് എന്ന വാക്കിന് പരിഹസിക്കുക, കളിയാക്കുക, അതെല്ലാം അർത്ഥം. വിത്ത് ഹിസ് കവേർഡിസ്, കവേർഡിസ് ഭീരുത്വം, അവന്റെ ആ പേടിയെ, ഭീരുത്വത്തിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു അവന്റെ അച്ഛനും അമ്മയും സിബ്ലിങ്സും. ദാറ്റ് വാസ് 24 hours ago, അത് 24 മണിക്കൂർ മുമ്പായിരുന്നു. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം, പിന്നെ അതിനുശേഷം ആരും അവന്റെ അടുത്ത് വന്നിട്ടില്ലായിരുന്നു. ഇന്നലെ മുഴുവൻ അവരവനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം 24 മണിക്കൂറായിരിക്കുന്നു ഇപ്പോൾ. പിന്നെ ആരും, അവന്റെ ഫാമിലിയിലുള്ള ആരും അവനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൻ തനിച്ചാണ്. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. ഇന്നലെ, the day before, കഴിഞ്ഞ ദിവസം, all day long, ദിവസം മുഴുവനും, he had watched his parents, അവൻ അവന്റെ അച്ഛനമ്മമാരെ നോക്കിക്കൊണ്ടിരുന്നു. അച്ഛനമ്മമാർ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ഫ്ലൈയിങ് അബൌട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ പറന്നു നടക്കുക. അവന്റെ സിസ്റ്ററുടെയും ബ്രദേഴ്സിന്റെയും കൂടെ അച്ഛനും അമ്മയും പറന്നു നടക്കുന്നത് കഴിഞ്ഞ ദിവസം മുഴുവൻ അവൻ വാച്ച് ചെയ്തിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അച്ഛനും അമ്മയും ആ കുഞ്ഞു പക്ഷികളെ എങ്ങനെ പറക്കാം എന്ന് പഠിപ്പിക്കുമായിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുക എന്ന ആ ഒരു കലയിൽ അവർക്ക് പൂർണ്ണത നേടുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുകയായിരുന്നു അച്ഛനും അമ്മയും. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, തിരമാലകൾക്ക് മുകളിലൂടെ എങ്ങനെ പറക്കണം. അതുപോലെ തന്നെ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെ മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഊളിയിടണം. ഇതെല്ലാം അച്ഛനും അമ്മയും ഇന്നലെ മുഴുവൻ അവന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററെയും പഠിപ്പിക്കുന്നത് ഇവൻ നോക്കിക്കൊണ്ടിരുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. In fact, വാസ്തവത്തിൽ he had seen, അവൻ കണ്ടിട്ടുണ്ടായിരുന്നു, his older brother catch his first herring. herring ഒരു ഫിഷാണ്. അവന്റെ ഓൾഡർ ബ്രദർ കടലിൽ പോയി ആദ്യമായി ഒരു മീൻ പിടിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. and devour it, മീൻ പിടിക്കുക മാത്രമല്ല അതിനെ വിഴുങ്ങുകയും ചെയ്തു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ആ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയുടെ മുകളിൽ നിന്ന്. while his parents circled around, raising a proud cackle. ഇവന്റെ ബ്രദർ അങ്ങനെ സ്വയം ഒരു മത്സ്യത്തിനെ പിടിച്ച് അത് വിഴുങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ അച്ഛനമ്മമാര് അവനെ വട്ടമിട്ട് പറഞ്ഞു. നല്ല അഭിമാനത്തോടെ ചിലച്ചുകൊണ്ട്, പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ഇവിടെ കാക്കിൾ എന്ന് പറയുന്നത്. The sun was now ascending the sky, blazing on his ledge that faced the south. ഇപ്പോ നേരം ഉച്ചയായിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യൻ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. blazing on his ledge that faced the south, തെക്കോട്ട് ഫേസ് ചെയ്യുന്ന അവന്റെ ആ ലെഡ്ജില് ഇപ്പൊ നല്ല വെയിലാണ്. He felt the heat because he had not eaten since the previous nightfall. കഴിഞ്ഞ രാത്രിക്ക് ശേഷം അവൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട്.
He felt the heat. അവന് ചൂട് അനുഭവപ്പെട്ടു. He stepped slowly out to the brink of the ledge. അവൻ പതുക്കെ ആ ലെഡ്ജിന്റെ ബ്രിങ്കിലേക്ക് നടന്നു ചെന്നു. And standing on one leg with the other leg hidden under his wing. ഒരു കാലിലാണ് നിൽക്കുന്നത്, മറ്റേ കാല് അവന്റെ ആ ചിറകിന് ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. He closed one eye. അവൻ ഒരു കണ്ണടച്ചു. Then the other. പിന്നെ മറ്റേ കണ്ണടച്ചു. And pretended to be falling asleep. അവിടെ നിന്ന് ഉറങ്ങുകയാണ് എന്നവൻ ഭാവിച്ചു. ആ ക്ലിഫിന്റെ വക്കത്ത് ഒറ്റക്കാലിൽ നിന്ന് താൻ ഉറങ്ങുകയാണ് എന്നവൻ ഭാവിച്ചു. Still they took no notice of him. എന്നിട്ടും അവന്റെ അച്ഛനോ അമ്മയോ സിബ്ലിങ്സോ ആരും തന്നെ അവനെ ശ്രദ്ധിച്ചതേയില്ല. They took no notice of him. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. പക്ഷികൾക്ക് വലിയ കഴുത്തായിരിക്കുമല്ലോ. അവരുറങ്ങുമ്പോൾ പലപ്പോഴും അവരുടെ ആ ഒരു തല അത് അവരുടെ കഴുത്തിലേക്ക് ചെരിച്ചു വെച്ചിട്ടാണ് ഉറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ സിസ്റ്ററും ബ്രദേഴ്സും അവർ ആ പ്ലാറ്റോയില്, ആ പീഠഭൂമിയില് അവിടെ കിടന്ന് മയങ്ങുകയാണ്. അവരുടെ തല അവരുടെ കഴുത്തിൽ ചായച്ചു വെച്ച് അവരവിടെ കിടന്ന് മയങ്ങുന്നത് ഇവൻ കണ്ടു. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. അച്ഛൻ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? അയാൾ തന്റെ ചിറകുകള് അത് കോതി ഒതുക്കുകയായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവന്റെ അമ്മ മാത്രമാണ് അവനെ നോക്കുന്നുണ്ടായിരുന്നത്. അമ്മയും പക്ഷെ അടുത്ത് വന്നതൊന്നുമില്ല. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റോ, ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അമ്മ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു? ആ പ്ലാറ്റോയില്, ആ ഓപ്പോസിറ്റ് ക്ലിഫിലെ അല്പം പരന്ന ആ ഭാഗത്ത്, അതില് അല്പം ഉയരമുള്ള ഒരു ഹമ്പിന് മുകളിലാണ് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അമ്മയുടെ ആ വെളുത്ത തൂവലുകളുള്ള നെഞ്ച് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. ഇടയ്ക്കിടെ, now and again, ഇടയ്ക്കിടെ, she tore at a piece of fish that lay at her feet. തന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു മത്സ്യ കഷ്ണം അമ്മ അത് കൊത്തി പറിച്ചുകൊണ്ടിരുന്നു. And then scraped each side of her beak. ഈ മത്സ്യം കൊത്തിപ്പറിക്കുകയും അത് കഴിക്കുകയും പിന്നെ അതിനുശേഷം തന്റെ കൊക്കിന്റെ രണ്ട് വശങ്ങളും ആ അമ്മ പക്ഷി ആ പാറക്കല്ലിന് മുകളിൽ ഉരസി. പക്ഷികൾ പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ കൊക്ക് വൃത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ കൊക്ക് ഒന്ന് ഷാർപ്പൻ ചെയ്യുന്നതിന് വേണ്ടിയും പാറ പോലുള്ള ഇടങ്ങളിൽ അവരുടെ കൊക്ക് ഉരസാറുണ്ട്. അതാണ് ഇവിടെ അമ്മ ചെയ്യുന്നത്. The sight of the food maddened him. ആ ഭക്ഷണം കണ്ടപ്പോൾ, ആ ഫിഷ് കണ്ടപ്പോൾ അവന് ശരിക്കും ഭ്രാന്തായി. അവനെ ഭ്രാന്തനാക്കി, അവന് വട്ടുപിടിച്ചു. How he loved to tear food that way. അവൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ ഭക്ഷണം ഒന്ന് കുത്തിവലിക്കാൻ. Scraping his beak now and again to wet it. തീറ്റ കൊത്തിവലിക്കുക, എന്നിട്ട് അതിനുശേഷം തന്റെ കൊക്ക് ഇങ്ങനെ മിനുക്കാൻ എത്രമാത്രം അവൻ ആഗ്രഹിച്ചിരുന്നു. Scraping his beak now and again to wet it. വെറ്റിറ്റ് എന്ന് പറയുമ്പോൾ അതൊന്ന് മൂർച്ച കൂട്ടുക, ഷാർപ്പൻ ചെയ്യുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊക്ക് എവിടെയെങ്കിലും ഒക്കെ ഉരസി അതിന്റെ മൂർച്ച കൂട്ടുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വെറ്റ്. ഹി ക്രൈഡ് ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം സം ഫുഡ്. അമ്മയോട്, അമ്മ ഇവനെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, കുറച്ച് ഭക്ഷണം കൊണ്ടുവരാൻ അവൻ അഭ്യർത്ഥിച്ചു, യാചിച്ചു. ഷീ സ്ക്രീംഡ് ബാക്ക് ഡിറൈസീവ്ലി. അമ്മ എന്താ ചെയ്തത്? ഡിറൈസീവ്ലി എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ, പരിഹാസത്തോടെ അമ്മ തിരിച്ച് ഇവനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോൾ അമ്മ ഇവനെ പരിഹസിച്ച് ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പ്ലെയിൻറ്റീവ്ലി എന്ന് പറയുമ്പോൾ ഒരു സങ്കടത്തോടെ, യാചനയോടെ, വലിയ വിഷമത്തോടെ അവൻ വീണ്ടും അമ്മയെ വിളിക്കുകയാണ്. And after a minute or so he uttered a joyful scream. ഒരു മിനിറ്റോ മറ്റോ കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ വലിയൊരു ശബ്ദം ഉണ്ടാക്കി. He uttered a joyful scream. അവനൊന്ന് അലറി. His mother had picked up a piece of fish and was flying across to him with it. അവന്റെ അമ്മ ഒരു മത്സ്യത്തിന്റെ കഷ്ണം അത് പൊക്കിയെടുത്ത് ഇപ്പൊ അവന് നേർക്ക് പറന്നു വരികയായിരുന്നു. He leaned out eagerly. അവൻ മുന്നോട്ടാഞ്ഞു. ഈഗർലി എന്ന് പറയുമ്പോൾ തിടുക്കത്തിൽ, വലിയ താല്പര്യത്തോടെ. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. താഴെയുള്ള ആ പാറയില് തന്റെ കാലുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട്. And trying to get nearer to her as she flew across. അമ്മ ഇങ്ങോട്ട് പറന്നു വരുമ്പോൾ അമ്മയ്ക്ക് അടുത്തേക്ക് എത്താൻ വേണ്ടി അവൻ മുന്നോട്ടാഞ്ഞു. But when she was just opposite to him. പക്ഷേ അമ്മ ഇവന്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റായി എത്തിയപ്പോൾ ഷീ ഹാൾട്ടഡ്. അമ്മ നിന്നു. ഹെർ വിങ്സ് മോഷൻലെസ്. അമ്മയുടെ ചിറകുകൾ ഇപ്പോൾ അനങ്ങുന്നില്ല. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അമ്മയുടെ വായിലിരിക്കുന്ന, അമ്മയുടെ കൊക്കിലിരിക്കുന്ന ആ മത്സ്യത്തിന്റെ കഷ്ണം ഇപ്പൊ ഇവന്റെ കൊക്കിന് അത്ര അടുത്താണ്. പക്ഷെ അമ്മ അടുത്തേക്ക് വരുന്നുമില്ല. ഹി വെയിറ്റഡ് എ മൊമെന്റ് ഇൻ സർപ്രൈസ്. അമ്മ എന്താ അടുത്തേക്ക് വരാത്തതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവനൊരു നിമിഷം കാത്തുനിന്നു. വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. എന്തുകൊണ്ട് അമ്മ കൂടുതൽ അടുത്തേക്ക് വരുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അവൻ ഒരു നിമിഷം നിന്നു. ആൻഡ് ദെൻ മാഡൻ ബൈ ഹങ്കർ.
വിശന്ന് ഭ്രാന്ത് പിടിച്ചതിനാൽ ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ ആ അമ്മയുടെ കൊക്കിലിരിക്കുന്ന ഫിഷിന് നേർക്ക് ചാടി. ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്, താഴേക്ക് ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് ചാടിയത്, പറക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസിലല്ല. പെട്ടെന്ന് തന്നെ അവൻ പെട്ടെന്ന് പേടിച്ച് അലറിക്കരഞ്ഞു. ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. ആ ക്ലിഫിൽ നിന്ന് അവനിപ്പോ പുറത്തേക്ക് വീണു, താഴത്തേക്ക്. Then a monstrous terror seized him and his heart stood still. Monstrous എന്ന് പറയുമ്പോൾ ഭീകരമായ, ടെറർ ഭയം, അതിഭീകരമായ ഒരു ഭയം അവനെ കീഴടക്കി. സീസ്ഡ് ഹിം, അവനെ പിടിച്ചു വെച്ചു. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവന്റെ ഹൃദയം നിലച്ചു. ഒരു നിമിഷത്തേക്ക് അവൻ വല്ലാതെ ഭയന്നുപോയി എന്നർത്ഥം. ഹി കുഡ് ഹിയർ നത്തിങ്, അവനൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മിനിറ്റ്. പക്ഷേ ഈ ഒരു അനുഭവം ഒരു മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഇറ്റ് ലാസ്റ്റഡ് ഓൺലി 1 minute. The next moment, അടുത്ത നിമിഷം, he felt his wings spread outwards. തന്റെ ചിറകുകൾ അത് പുറത്തേക്ക് വിടരുന്നതായി അവൻ അനുഭവപ്പെട്ടു. The wind rushed against his breast feathers, then under his stomach and against his wings. അവന്റെ നെഞ്ഞിലെ തൂവലുകൾക്ക് താഴെ കാറ്റ് വീശി. അതുപോലെ തന്നെ അവന്റെ വയറിന് താഴെയും അവന്റെ ചിറകിനെതിരെയും കാറ്റ് വീശുന്നത് അവൻ അനുഭവപ്പെട്ടു. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിംഗ് ത്രൂ ദ എയർ. തന്റെ ചിറകിന്റെ അഗ്രം ആ വായുവിനെ മുറിച്ചു പോകുന്നത് അവന് ഫീൽ ചെയ്യാൻ സാധിച്ചു. കട്ടിംഗ് ത്രൂ ദ എയർ, വായുവിനെ ഭേദിച്ചുകൊണ്ട്, വായുവിനെ കീറി മുറിച്ചുകൊണ്ട് തന്റെ ചിറകിന്റെ അഗ്രങ്ങൾ അത് മൂവ് ചെയ്യുന്നത് അവൻ അനുഭവപ്പെട്ടു. ഹി വാസ് നോട്ട് ഫോളിംഗ് ഹെഡ് ലോങ് നൗ. ഇപ്പൊ അവൻ താഴേക്ക് തല കുത്തി വീഴുകയായിരുന്നില്ല. ഹി വാസ് സോറിംഗ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. സോറിംഗ് എന്ന വാക്കിന് പറന്നുയരുക എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ പറന്നുയരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ആ ക്ലിപ്പിൽ നിന്ന് താഴേക്ക് പറക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ വീഴുകയല്ല, പറക്കുക തന്നെയാണ്. ഹി വാസ് സോറിംഗ് ഗ്രാജുവലി ഡൗൺവേർഡ്സ്, പതുക്കെ അവൻ താഴേക്ക് ക്രമേണ പറക്കുകയായിരുന്നു. ആൻഡ് ഔട്ട്വേർഡ്സ്, അതുപോലെ തന്നെ ആ ക്ലിപ്പിൽ നിന്ന് അകലേക്ക്, പുറത്തേക്ക് പറക്കുകയായിരുന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്, അവനിപ്പോ പേടിയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അവൻ അല്പം ഒന്ന് തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഭയം അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. Then he flapped his wings once and he soared upwards. പിന്നെ അതിനുശേഷം അവൻ അവന്റെ ചിറകടിച്ചു. ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്. പിന്നെ അവൻ മുകളിലേക്ക് പറന്നു. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം. സ്വൂപ്പ് എന്ന് പറയുമ്പോൾ പക്ഷികള് ഇരയെ മറ്റും റാഞ്ചുന്നതിന് വേണ്ടി പെട്ടെന്ന് താഴത്തേക്ക് പറന്നിറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വെർബാണിത്. ഇവൻ പറക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ അമ്മ അവന്റെ സമീപത്ത് കൂടെ പറന്നു. ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അമ്മയുടെ ചിറകുകള് വലിയൊരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അമ്മ ഇവൻ അടുത്തുകൂടി പറന്നു. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അമ്മയ്ക്ക് മറുപടിയായി ഇവൻ വീണ്ടും ഉച്ചത്തിൽ ചിലച്ചു. Then his father flew over him screaming. പിന്നെ അവന് മുകളിലൂടെ അവന്റെ അച്ഛനും ഇങ്ങനെ ചിലച്ചുകൊണ്ട് പറന്നു. He saw his 2 brothers and his sister flying around him, curveting and banging and soaring and diving. അച്ഛനും അമ്മയും പറന്നു. പിന്നെ അതിനുശേഷം തന്റെ ബ്രദേഴ്സും സിസ്റ്ററും അവരും തനിക്ക് ചുറ്റും പറക്കുന്നത് അവൻ കണ്ടു. കർവറ്റിംഗ് എന്ന് പറയുമ്പോൾ വളഞ്ഞ് തിരിഞ്ഞെല്ലാം പറക്കുക. ഇതെല്ലാം പക്ഷികളുടെ പല രീതിയിലുള്ള പറക്കലുകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വേർബ്സ് ആണ്. കർവറ്റിംഗ് ആൻഡ് ബാങ്കിങ് ആൻഡ് സോറിംഗ് ആൻഡ് ഡൈവിംഗ്. അവര് ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞും മറിഞ്ഞും എല്ലാം ഇവന് ചുറ്റും പറന്നു. Then he completely forgot that he had not always been able to fly. തനിക്ക് ഒരിക്കലും പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന കാര്യം അവൻ പൂർണ്ണമായും മറന്നു. And commended himself to dive and soar and curve, shrieking shrilly. ഡൈവ് എന്ന് പറയുമ്പോൾ താഴത്തേക്ക് പറക്കുക, സോർ മുകളിലേക്ക് പറക്കുക, കർവ് ചെരിഞ്ഞ് വശങ്ങളിലേക്കും മറ്റും പറക്കുക. ഇതെല്ലാം ചെയ്യാൻ അവൻ സ്വയം അവനോട് പറഞ്ഞു. And commended himself to dive and soar and curve, shrieking shrilly. ഷ്രിൽ എന്നത് ഒരു ഉച്ചത്തിലുള്ള ഒരു ശബ്ദമാണ്, വളരെ ഷാർപ്പായ ഒരു ശബ്ദം, പക്ഷികൾ ഉണ്ടാക്കുന്നതും മറ്റും. ഇങ്ങനത്തെ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവൻ മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും എല്ലാം പറന്നു. ഹി വാസ് നിയർ ദ സീ നൗ. അവൻ ഇപ്പൊ കടലിനടുത്ത് എത്തിയിരുന്നു. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. അവൻ ഇപ്പൊ കടലിന് മുകളിലൂടെയാണ്, നേരെ മുകളിലൂടെയാണ് പറക്കുന്നത്. ഫേസിങ് സ്ട്രെയിറ്റ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. ആ കടൽ നോക്കിക്കൊണ്ട്, ആ കടലിന് മുകളിലൂടെയാണ് അവനിപ്പോ പറക്കുന്നുണ്ടായിരുന്നത്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. അറ്റമില്ലാതെ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പച്ച സമുദ്രം അവൻ തന്റെ താഴെ കണ്ടു. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. കുഞ്ഞു കുഞ്ഞു തിരകളുള്ള, റിഡ്ജ് എന്നതിന് വരമ്പ്, അല്പം ഉയർന്നു നിൽക്കുന്ന പ്രദേശം, അതാണ് ആ വാക്കിനർത്ഥം. ഇവിടെ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ തിരകൾ തന്നെ. കുഞ്ഞു കുഞ്ഞു തിരമാലകളുള്ള, വേവ്സ് ഉള്ള ആ വലിയ കടല് തന്റെ താഴെ അവൻ കണ്ടു. ആൻഡ് ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് കോഡ് അമ്യൂസ്ഡ്ലി. തന്റെ കൊക്കുകള് വശങ്ങളിലേക്ക് ചെരിച്ച് അവൻ നല്ല രസത്തില് ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കി. കോ എന്നത് പക്ഷികൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഹിസ് പാരന്റ്സ്, ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോറിംഗ് എഹെഡ് ഓഫ് ഹിം.
അവന് മുമ്പേ തന്നെ അവന്റെ അച്ഛനമ്മമാരും അവന്റെ ബ്രദേഴ്സും സിസ്റ്ററും ഈ ഗ്രീൻ ഫ്ലോറിംഗ് കടലിന്റെ ആ പരപ്പിനാണ് പറയുന്നത്, അതിന് മുകളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ സർഫസിൽ, വെള്ളത്തിന്റെ സർഫസിൽ അവർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ വർ ബെക്കണിംഗ് ടു ഹിം, അവരവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ബെക്കൺ എന്ന് പറയുമ്പോൾ അടുത്തേക്ക് വരാൻ വിളിക്കുക. ദേ വർ ബെക്കണിംഗ് ടു ഹിം, കോളിംഗ് ഷ്രില്ലി, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി അവരവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹി ഡ്രോപ്ഡ് ഹിസ് വിങ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ആ കടലിന് മുകളിൽ നിൽക്കുന്നതിന് വേണ്ടി, ആ ഗ്രീൻ സീക്ക് മുകളിൽ നിൽക്കുന്നതിന് വേണ്ടി അവൻ അവന്റെ കാലുകൾ താഴ്ത്തി. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ്, അവൻ അവന്റെ കാലുകളെ താഴ്ത്തി. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്, അപ്പോൾ എന്താ സംഭവിച്ചത്? അവന്റെ കാല ആ വെള്ളത്തിൽ താഴ്ന്നുപോയി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്, അവൻ പേടിച്ചു കരഞ്ഞു. ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, വീണ്ടും പറക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ചിറകടിച്ച് വീണ്ടും പറക്കാൻ ശ്രമിച്ചു. കാല് വെള്ളത്തിൽ താഴ്ന്നു പോയപ്പോൾ ഈ കുഞ്ഞു സീകളിൽ ഭയന്നുപോയി. വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കുന്നതിന് വേണ്ടി അവൻ ചിറകടിച്ച് പറന്നുയരാൻ ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ, പക്ഷെ അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. അവൻ വളരെ ദുർബലനായിരുന്നു. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, അവൻ ഉയരാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ് ചെയ്ത് വല്ലാതെ തളർന്നു പോയ അവന് പറന്നുയരാൻ സാധിച്ചു. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ, അവന്റെ കാലുകൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്, ബെല്ലി വയറ്, കാല് കടൽ വെള്ളത്തിൽ മുങ്ങി. അതിനുശേഷം ആ ഓളപ്പരപ്പ് അത് അവന്റെ വയറിനെ സ്പർശിച്ചു. ആൻഡ് ഹി സാങ് നോ ഫർദർ, പിന്നെ അവൻ താഴ്ന്നു പോയില്ല. കാല് മാത്രമേ വെള്ളത്തിൽ താഴ്ന്നു പോയുള്ളൂ, അവന്റെ ശരീരം അത് മുഴുവൻ ആ ഓളപ്പരപ്പിന് മുകളിൽ തന്നെയായിരുന്നു. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്, അവൻ അതിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. മുങ്ങിപ്പോയില്ല എന്ന് മാത്രമല്ല, അവൻ അതിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്, പ്രൈസിംഗ് ഹിം, ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവന് ചുറ്റും അവന്റെ ഫാമിലി അവര് ഇവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ വായിൽ നിറയെ, അവരുടെ കൊക്കിൽ നിറയെ ഇവനുള്ള ഭക്ഷണമായിരുന്നു. ഡോഗ് ഫിഷ് ഒരു തരം മത്സ്യം, അതിന്റെ സ്ക്രാപ്സ്, അതിന്റെ കഷ്ണങ്ങളായിരുന്നു അവരുടെ കൊക്കിൽ നിറയെ. ഇവന് കൊടുക്കുന്നതിന് വേണ്ടി അവരവരുടെ കൊക്കിൽ നിറയെ ഭക്ഷണം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ ആദ്യമായി പറന്നിരുന്നു. പറക്കാൻ മാത്രമല്ല, പറന്ന് തളർന്നു കഴിയുമ്പോൾ ആ കടൽ പരപ്പില്, ആ ഓളപ്പരപ്പില് എങ്ങനെ പൊങ്ങിക്കിടന്ന് വിശ്രമിക്കണം എന്നുകൂടി അവനിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.